ശക്തമായിട്ടുള്ള ചൂട്, ശരീരം എത്ര തണുപ്പിച്ചാലും ഈ ചൂട് മാറാത്ത ഒരവസ്ഥ. ഇതിടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കുക. ദിവസത്തിൽ 5ഉം 10ഉം പ്രാവശ്യം, ചില കേസിൽ 20ഉം 30ഉം തവണയൊക്കെ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാറുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു വന്ന സ്ത്രീകളുണ്ട്. സ്ത്രീ അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിലൂടെ അവരുടെ ചെറുപ്പം തൊട്ട് പ്യൂബർട്ടി, പിന്നെ ഒരു റീപ്രൊഡക്റ്റീവ് അവസ്ഥ, പ്രസവം, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന ഒരു സ്റ്റേജാണ് മെനോപോസ്. ശരീരമാസകലം വരുന്ന വേദന, അതുപോലെ തന്നെ എല്ല് തേയ്മാനങ്ങൾ. യൂഷ്വലി 35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള തേയ്മാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും കോമൺ ആയിട്ട് കാൽമുട്ടുകളിലാണ് കാണുന്നത്. ഇത് അമിതവണ്ണം ഉള്ളവരിലാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏർലി ആയിട്ട് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വാദം പോലെയുള്ള രോഗങ്ങളാണെങ്കിൽ സ്റ്റോഗ്രെൻ സിൻഡ്രോം, അതുപോലെ പല വാദങ്ങളും 40-45 ഇയേഴ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ഇവരുടെ വേദനയ്ക്ക് കാരണം, ഇവരുടെ കാലുകളുടെ വേദനയാണെങ്കിലും ശരീരമാസകലം നീരാണെങ്കിലും അത് ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം, ചിലപ്പോൾ തൈറോയ്ഡ് രോഗങ്ങളാവാം. ഈ അമിതമായിട്ടുള്ള ക്ഷീണത്തിന് കാരണം തൈറോയ്ഡ് ആവാം, അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും അസുഖമാവാം. അത് എന്താണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. ഇത് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മയെ പോലെ എന്താണോ കാരണം കണ്ടെത്താതെ അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനേക്കാളും അതിന് മതിയായ ചികിത്സ എടുക്കുക, അതിന് ശരിയായ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ചില ആളുകളിൽ ഏർലി മെനോപോസ് വരാറുണ്ട്. 35 വയസ്സിന് മുമ്പേയൊക്കെ മെനോപോസ് വരുന്ന സ്ത്രീകളുണ്ട്. ഇതൊന്നും മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയല്ല. ഈ ഇടയായിട്ട് ഒരു സെലിബ്രിറ്റി രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് 40 ഇയേഴ്സ് ആയപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി, ഒന്നിനും പറ്റാത്ത അവസ്ഥ. അതുപോലെ വളരെ ആക്റ്റീവായിട്ട് വളരെ വൈബ്രൻ്റ് ആയിട്ട് നടന്ന ആളുകൾ 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ പലപ്പോഴും ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന മെനോപോസൽ സിംറ്റംസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. 40 വയസ്സ് കഴിഞ്ഞാൽ വരുന്ന ക്ഷീണവും അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങും ഉത്കണ്ഠയും ആങ്സൈറ്റിയും ഇതെല്ലാം മെനോപോസിനോടനുബന്ധിച്ച് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഇതിനോടനുബന്ധിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഹോട്ട് ഫ്ലഷസ് അഥവാ അമിതമായിട്ടുള്ള വിയർപ്പ്, ശരീരം ചുട്ട് കത്തുന്നത് പോലെയുള്ള ചൂട്. അതിനോടൊപ്പം തന്നെ ശരീരം ഒന്നായിട്ട് വിയർക്കുക, 4ഓ 5ഓ ഡ്രസ്സ് മാറ്റേണ്ട അവസ്ഥ വരെ വരാറുണ്ടെന്ന് സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട്. പുറത്ത് ചിലപ്പോൾ മഴ തിമിർത്ത് പെയ്യുകയായിരിക്കും, എന്നാലും ഇവർക്ക് അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും. ഈ നല്ലൊരു AC ഉള്ള നല്ല തണുത്ത റൂമിൽ ഇരിക്കാൻ ടെമ്പറേച്ചർ എത്ര കുറച്ച് വെച്ചിട്ടാണെങ്കിലും ഇവർക്ക് പെട്ടെന്ന് ശക്തമായിട്ടുള്ള ചൂട്, ശരീരം എത്ര തണുപ്പിച്ചാലും ഈ ചൂട് മാറാത്ത ഒരവസ്ഥ. ഇതിടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കുക. ദിവസത്തിൽ 5ഉം 10ഉം പ്രാവശ്യം, ചില കേസിൽ 20ഉം 30ഉം തവണയൊക്കെ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാറുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു വന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും പല കുട്ടികളും പറയാറുണ്ട്, അമ്മ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് കഴിയുകയാണ്, ഇതൊന്നും ആരോടും പറയില്ല, അതൊക്കെ മാറിക്കോളും, അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ സഹിച്ച് ആരോടും പറയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന്. ഒരിക്കലും ഇതൊന്നും മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയല്ല. സ്ത്രീ അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിലൂടെ അവരുടെ ചെറുപ്പം തൊട്ട് പ്യൂബർട്ടി, പിന്നെ ഒരു റീപ്രൊഡക്റ്റീവ് അവസ്ഥ, പ്രസവം, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന ഒരു സ്റ്റേജാണ് മെനോപോസ്. ഈ രഞ്ജിനി ഹരിദാസ്, അതുപോലെ ലെന പോലെയുള്ള സെലിബ്രിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ട് 40 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, ഒരു കാര്യവും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, ശരീരമാസകലം വേദന. ഇതൊരു പക്ഷേ ഫൈബ്രോമയാൾജി ആവാം, മെനോപോസൽ സിംറ്റംസ് തന്നെ ആവണമെന്നില്ല. ഈ ഉന്മേഷമില്ലായ്മയും ഉത്കണ്ഠയും ഒക്കെ ഒരു പക്ഷേ മാനസിക പിരിമുറുക്കങ്ങളായിരിക്കാം. ഈ സമയത്ത് ഇവർക്ക് ഈസ്ട്രോജൻ ഹോർമോൺസ് ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺസ് കൂടാനും ഹാപ്പി ഹോർമോൺസ് കുറഞ്ഞ് ഒരു ശരീരത്തിൽ കോർട്ടിസോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനും അതുവഴി ഇവർക്ക് ഇതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അപ്പം അതുപോലെ ആക്റ്റീവായി വൈബ്രൻ്റായി നടന്ന ആളുകൾ ഒരു പീരീഡിലെത്തുമ്പോൾ അവർ സ്റ്റക്കായി പോകും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ ഹോട്ട് ഫ്ലഷസ് ആണെങ്കിലും മാനസിക പിരിമുറുക്കങ്ങളാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും അതിനോടനുബന്ധിച്ച് തന്നെ സ്ത്രീകളിൽ വരുന്നതാണ് ഫൈബ്രോമയാൾജി പറഞ്ഞു, ശരീരമാസകലം വരുന്ന വേദന, അതുപോലെ തന്നെ എല്ല് തേയ്മാനങ്ങൾ,
യൂഷ്വലി 35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള തേയ്മാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും കോമൺ ആയിട്ട് കാൽമുട്ടുകളിലാണ് കാണുന്നത്. ഇത് അമിതവണ്ണം ഉള്ളവരിലാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏർലി ആയിട്ട് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വാദം പോലെയുള്ള രോഗങ്ങളാണെങ്കിൽ ലെസ്റ്റോഗ്രൻ സിൻഡ്രോം, അതുപോലെ പല വാദങ്ങളും 40-45 ഇയേഴ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ഇവരുടെ വേദനയ്ക്ക് കാരണം, ഇവരുടെ കാലുകളുടെ വേദനയാണെങ്കിലും ശരീരമാസകലം നീരാണെങ്കിലും അത് ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം, ചിലപ്പോൾ തൈറോയ്ഡ് രോഗങ്ങളാവാം. ഈ അമിതമായിട്ടുള്ള ക്ഷീണത്തിന് കാരണം തൈറോയ്ഡ് ആവാം, അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും അസുഖമാവാം. അത് എന്താണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. ഇത് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മയെ പോലെ എന്താണോ കാരണം കണ്ടെത്താതെ അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനേക്കാളും അതിന് മതിയായ ചികിത്സ എടുക്കുക, അതിന് ശരിയായ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ചില ആളുകളിൽ ഏർലി മെനോപ്പോസ് വരാറുണ്ട്. 35 വയസ്സിന് മുമ്പേയൊക്കെ മെനോപ്പോസ് വരുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു കേസ് പറയുകയാണെങ്കിൽ 28 വയസ്സിൽ കല്യാണം പോലും കഴിയാത്ത ഒരു സ്ത്രീയിൽ പിന്നെ മെനോപ്പോസ്, അതായത് ആർത്തവം നിന്നു പോകുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെയുള്ള സ്ത്രീകളിൽ അവർക്ക് ഭാവിയിൽ കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ്, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ഈ ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ കൂടാനായിട്ട് നമ്മൾ എന്താണ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ നമുക്ക് അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശരിയായ ഒരു വ്യായാമശീലം ഇവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതും പ്രധാനമാണ്. അത് ഡെയിലി ഒരു കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ പിന്നെ ഒരു ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെ ഓപ്പൺ എയർ എക്സസൈസാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഓപ്പൺ എയർ എക്സസൈസിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹാപ്പി ഹോർമോൺ സെക്രേഷൻ അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുകയും നമുക്ക് നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാനും ഈ സ്ട്രെസ്സൊക്കെ ഓവർകം ചെയ്യാനും നമ്മളെ സഹായിക്കും. ഇനി അതുപോലെ തന്നെ ഇവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം, ഒരു സ്ലീപ്പ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അമ്മമാർ അവരുടെ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് അവരുടെ ഈ ഉറക്കം പലപ്പോഴും നേരത്തെ എഴുന്നേൽക്കുന്നതും അതുപോലെ വൈകി ഏറ്റവും ലാസ്റ്റായിട്ട് കിടക്കുന്നതും ഒരു വീട്ടിലെ അമ്മയായിരിക്കാം. ഈ ഒരു ശീലം മാറ്റി നമ്മളുടെ കാര്യങ്ങൾക്ക് കൂടി കുറച്ചുകൂടി സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഈ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവർ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ അതിനി ബാക്കിയായി പോകുമല്ലോ എന്ന് കരുതി പലപ്പോഴും ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള ചോറൊക്കെ എടുത്ത് കഴിക്കുന്ന പല അമ്മമാരൊക്കെ ഉണ്ട്. ഇതൊക്കെ പലപ്പോഴും ഭാവിയിൽ അമിതവണ്ണത്തിനും പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസിലേക്കും ഇവരെ നയിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാം. നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അമിതമായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ ചിലപ്പോൾ ഭക്ഷണം തികയാതെ ആയിരിക്കാം, അപ്പോഴും അവർ ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യും. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് റെഗുലറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ 40 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള അവസ്ഥകളാണെങ്കിൽ ഇത് പലപ്പോഴും അമ്മമാർ വിചാരിക്കാറുണ്ട്, അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതിപ്പോൾ ഇനിയിപ്പോൾ നിൽക്കാൻ പോവുമല്ലേ, അപ്പോൾ അതങ്ങനെ കോമൺ ആയിട്ട് കാണാറുണ്ട്, നിൽക്കുന്നതിൻ്റെതായിരിക്കാം, അങ്ങനെ പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യാതെ ചിലപ്പോൾ ഫൈബ്രോയിഡ് ആയിരിക്കാം, ചിലപ്പോൾ മാരകമായ ക്യാൻസറിൻ്റെ വരെ ലക്ഷണങ്ങൾ ബ്ലീഡിങ് ആയിട്ട് തുടക്കത്തിലേ കാണിക്കാം. അപ്പോൾ അതെന്താണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് എന്തായാലും അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഹോമിയോപ്പതിയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഹോട്ട് ഫ്ലഷസിനാണെങ്കിലും ഇതുപോലെയുള്ള 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന മുട്ടുകാല് വേദനയ്ക്കാണെങ്കിലും മേലാസകലം ഉണ്ടാകുന്ന ഫൈബ്രോമാൽജിക് ആണെങ്കിലും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.